ഏറ്റവും ചൂടുള്ള ഏറ്റവും ഇങ്ങനെ തൊട്ടാൽ തീ പിടിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇലക്ഷൻ ഹോട്ട്. എന്നാൽ എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇലക്ഷൻ ഹോട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷത്തെ കൂടുതൽ അടുപ്പിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് ദുർബലമാക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം. ഇഡിയുടെ നടപടി തുടങ്ങി 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇതാദ്യമായി ഒരു മുഖ്യമന്ത്രിയെ ആ പദവിയിലിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആഴ്ചയൊന്ന് തികയുന്നതിന് മുൻപ്. വിഷയം രാഷ്ട്രീയമല്ലെന്ന് എത്രയാണ് ഇട്ടാലും രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് വിഷയത്തിൽ ഇപ്പോഴും ഉയരുന്നത്. अरविंद केजरीवाल जी का करने वाले हैं 2011 ഡൽഹിയിൽ അണ്ണാ ഹസാരെ നയിച്ച അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ നാടറിഞ്ഞു തുടങ്ങിയത്. ലോക്പാൽ ബില്ലിനു വേണ്ടി നടന്ന സമരം കെജ്രിവാളിനെ എത്തിച്ചത് ആം ആദ്മി പാർട്ടി രൂപീകരണത്തിലാണ്. അഴിമതി തുടച്ചു നീക്കാൻ പാർട്ടിക്ക് ചിഹ്നം ചൂൽ. അന്ന് അഴിമതിക്കെതിരെ ചൂലെടുത്ത കേജ്രിവാൾ ഇന്ന് ശതകോടികളുടെ അഴിമതി ആരോപണ കുരുക്കിലാണ്. മദ്യനയ അഴിമതിയിൽ 9 സമൻസ് ഇഡി ഡൽഹി മുഖ്യമന്ത്രിക്ക് നൽകി. ഒഴിഞ്ഞുമാറി നടന്ന കേജ്രിവാളിനെ 10ാം സമൻസിൽ പിടിച്ചുകൊണ്ടുപോയ ഇഡി തെരഞ്ഞെടുപ്പ് കാലത്ത് ചില രാഷ്ട്രീയ സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയുമായി അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടി. ഡൽഹിയിലും പഞ്ചാബിലും ഭരണം. ഗോവ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിൽ വിലപേശാൻ ശേഷി. ഇതൊക്കെയുള്ള ആപ്പിന് നായകനില്ലാത്ത അവസ്ഥ. കെജ്രിവാളിന്റെ അഭാവത്തിൽ ആര് നയിക്കും ആ പാർട്ടിയെ? മനീഷ് സിസോദിയ 1 വർഷമായി ജയിലിൽ കഴിയുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ആ അവസ്ഥയുണ്ടായാൽ ആപ്പ് ശിഥിലമാകുമെന്ന് കരുതുന്നവർ കുറവല്ല. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കേജ്രിവാളിന്റെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്നതിൽ തർക്കം വേണ്ട. ആദ്യം ഝാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ. പട്ടിക പൂർണ്ണമല്ല എന്നറിയാവുന്നവർ പ്രതിപക്ഷ സഖ്യത്തിൽ ധാരാളമുണ്ട്. അവർക്ക് അന്വേഷണത്തെ നേരിടാം, അല്ലെങ്കിൽ NDA പാളയത്തിലേക്ക് അഭയം തേടാം. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസ് വിട്ട അശോക് ചവാന്റെ കാര്യം മാത്രം ചൂണ്ടിക്കാട്ടിയാൽ വേഗത്തിൽ മനസ്സിലാകും. പ്രതിപക്ഷ കൂട്ടായ്മയിൽ ചേരാതെ നിശബ്ദമായി BSP നേതാവ് മായാവതി ഉൾപ്പെടെ പലരും മാറി നിൽക്കുന്നുണ്ട്. BJPയെ വെല്ലുവിളിച്ച BRS ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. DMKയും സമാജ്വാദി പാർട്ടിയും പോരാടാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. കോൺഗ്രസ് ആദായനികുതി വകുപ്പിന്റെ ഊരാക്കുടുക്കിലാണ്. ഖർഗെ പറയും പോലെ പോസ്റ്റർ ഒട്ടിക്കാൻ പശ വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥ. കേരളത്തിലേക്ക് വന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവുമുണ്ട്. കരുവന്നൂർ കേസിൽ ഒരു പിടി നേതാക്കൾ ചോദ്യമുനയിലാണ്. കിഫ്ബി കേസിൽ ഡോക്ടർ തോമസ് ഐസക് ചോദ്യം ഒഴിവാക്കി നിൽപ്പാണ്. കേജ്രിവാളിന്റെ അറസ്റ്റ് ആരുടെയൊക്കെ നെഞ്ചിടിപ്പേറ്റും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ ഭരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. ഒന്നിനോടൊന്ന് ചേരാതെ കിടന്ന ഇന്ത്യ മുന്നണി ചടകുടഞ്ഞെഴുന്നേറ്റാൽ, വിട്ടുവീഴ്ച ചെയ്ത് മത്സരിച്ചാൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതിപക്ഷം കൈകോർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത് അത്തരം സൂചന നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അറസ്റ്റ് ചിലപ്പോൾ സാഹചര്യങ്ങളെ കീഴ്മേൽ മറിച്ചേക്കാം. കാരണം ജനാധിപത്യത്തിൽ മാറ്റങ്ങൾക്ക് നിമിഷ വേഗമാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ഇതാ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട്. 3 തവണ നിങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ അധികാരത്തിന്റെ അഹങ്കാരത്തിലാണ് മോദി അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദി എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഡൽഹിയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അകത്തായാലും പുറത്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത്
സുനിത കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയാണ്. അല്പസമയം മുമ്പ് അവർ എക്സിൽ കുറിച്ചതാണ് ഈ വരികൾ. അങ്ങനെ വലിയ ചർച്ചകൾ രാജ്യത്ത് ഈ അറസ്റ്റിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ അത് എങ്ങനെയൊക്കെ ബാധിക്കും, എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നതൊക്കെ അടുത്ത മണിക്കൂറുകൾ, അടുത്ത ദിവസങ്ങൾ ഒക്കെ പറയാനിരിക്കുന്നതേ ഉള്ളൂ.